Hey guys, this is day 1 of my challenging video. So ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പ്ലാൻ ചെയ്തു. ബട്ട് 5 മണിക്ക് എഴുന്നേറ്റില്ല, 5:10 എഴുന്നേറ്റു. സോ അതിൽ ചെറിയൊരു സങ്കടമുണ്ട്. സോ ഗൈസ്, അപ്പം എനിക്കിത് കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാനിതിന് മുന്നേ രാവിലേക്ക് എഴുന്നേൽക്കുമായിരുന്നു, പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ലൈക്ക് ഞാൻ രാവിലെ എഴുന്നേൽക്കും, എല്ലാം ചെയ്യും, കുറച്ച് നാളത് ചെയ്യും, എന്നിട്ട് പനിയോ എന്തെങ്കിലും വരുമ്പോൾ ഞാനത് കളയും, അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യും. പിന്നെയും ഇങ്ങനെ അലമ്പി കുറച്ച് നാൾ കളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മൈ ഗോഡ്, ടൈം ഞാൻ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആദ്യം മുതൽ രാവിലെ എഴുന്നേൽക്കുക, എല്ലാം ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ പിന്നെയും തുടങ്ങും, പിന്നെയും ഫെയിലാവും. സോ ഞാൻ എപ്പോഴും കൺസിസ്റ്റൻസി കരുതിയാൽ വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നത്. അപ്പം വീഡിയോ എടുത്തിടുമ്പം നമുക്ക് തോന്നുമല്ലോ വീഡിയോ എടുക്കണം, അപ്പോൾ വീഡിയോ ഇടേണ്ടതാണ്, എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, അത് ചെയ്യണം, പുതിയ വീഡിയോ എടുക്കണം എന്ന് ഒരു മൈൻഡിലോട്ട് തോട്ട് വരും. അത് മാത്രമല്ല, എനിക്ക് ഈ 30 days മാത്രമല്ല, എനിക്ക് ഈ വർഷം ഫുള്ള് എനിക്കിത് ഫോളോ ചെയ്യണം. എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ ലൈഫ് അങ്ങനെ അലമ്പാവരുത്. എനിക്കതിലൊരു കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും കൊണ്ടുവരണം. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം, ചാനൽ റീച്ച് ആക്കണം. ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, തോന്നിയ സമയത്ത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്ത് കാര്യമാണ്. സോ അപ്പം ഞാൻ കരുതി ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പം ഞാൻ ഇനി പോകുന്നത് ഇപ്പോൾ ഇതുള്ളൂ, രാവിലെ ആവുന്ന കാര്യം. ഇപ്പം ഒരു 6:30 ആയി കാണും. ഞാൻ എഴുന്നേറ്റിട്ട് കുറേ നേരമായി, മെഡിറ്റേഷനൊക്കെ ചെയ്തു, കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാൻ പോയി ഒന്നും കുറച്ച് നേരം നടക്കും, അല്ലെങ്കിൽ പോയി ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്ന അടിപൊളിയാണ് ഗൈസ്, ബുക്ക് വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സോ അപ്പം ഞാൻ ബുക്ക് വായിക്കും. ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം കഴിഞ്ഞ മാസം മീൻസ് January 31 തീർക്കാൻ എന്ന ബുക്ക് തീർന്നില്ല ഗൈസ്. ഇനി എനിക്ക് കുറച്ച് 5-6 പേജ് കൊണ്ടുണ്ട് വായിച്ച് തീർക്കാൻ, അതുകൂടെ വായിച്ച് തീർക്കണം. ഞാനിപ്പം 2ാമത്തെ ബുക്കാണ് വായിച്ച് തീർക്കുന്നത്. 3ാമത്തെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, അത് വായിച്ച് തുടങ്ങണം. February ആകുമ്പോൾ തുടങ്ങണം എന്നൊക്കെ കരുതിയതാണ്, നടന്നില്ല ഗൈസ്. പക്ഷേ ഇന്ന് ഞാൻ അത് തീർക്കും. ഇന്ന് തീർത്തിട്ട് മറ്റേ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ പോയി ബുക്ക് വായിച്ചിട്ട് വരാം. ഹേ ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ്. എൻ്റെ പല്ലിൽ കമ്പി ഇറക്കാൻ പോവാ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 2 വർഷമായിട്ട് 2-2.5 വർഷം വഴിച്ചിട്ടിരിക്കുന്ന കമ്പി ഊരാൻ പോകുന്നു. അയ്യോ, സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വലിയ തിരക്കൊന്നുമില്ല. ഒരാളെ റീൽസ് കൊടുക്കണം. ഡോക്ടർ എല്ലാ രാജ്യല്ലേ പല്ലെടുത്തിട്ട് നമുക്ക് പല്ലി കമ്പി എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ പല്ലിയിൽ കമ്പി ഒരു ഗൈസ്. ഓ മൈ ഗാഡ്,
എൻ്റെ പല്ലിയുടെ കമ്പി ഊരി. ഐ എം സോ ഹാപ്പി. എത്ര 2 വർഷമാണ് ഗൈസ്, 2 വർഷം. എന്തോ ഒരു വലിയ റിലീഫ്. അപ്പം ഇതേണ്ട ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പല്ലിൻ്റെ കമ്പി ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ഇതേണ്ട മങ്ക പറ്റിച്ചത്, മങ്ക വറുത്തത്, അപ്പുറം പരിപ്പ്. അമ്മയുടെ പരിപ്പുണ്ടല്ലോ, എന്താ പറയണ്ടേ. ഈ നമ്മൾ എന്തുവാ അമ്പലത്തിലും മറ്റേ കല്യാണ സ്ഥലത്തുമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, അമ്മാതിരി ടേസ്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ അമ്മയുടെയൊക്കെ കുടുംബത്തിൽ, അമ്മയുടെയൊക്കെ അപ്പന്മാർ അവരൊക്കെ പാചകക്കാരായിരുന്നു. അപ്പം അവരുടെയൊക്കെ കൈപ്പുണ്യമാണ് ഈ സാധനം, പരിപ്പൊക്കെ. വേണ്ട അമ്മയിരുന്ന്. അപ്പം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും മാമാരും ഒരുപാട് പേര് പാചകം ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് നമ്മൾ റെസിപ്പി വാങ്ങിച്ച് ഉണ്ടാക്കിയ സാധനമുണ്ട്, അടിപൊളിയാണ്. ഞാൻ ഒരു ദിവസം ഇതിൻ്റെ വീഡിയോ ഇടാം, പരിപ്പ് കറിയുടെ. ഞാൻ കഴിച്ചിട്ട് വട്ടെ. ഭയങ്കര സന്തോഷം എനിക്ക് പല്ലിൽ കമ്പി ഊരി കഴിക്കുമ്പോൾ. സത്യം പറഞ്ഞാലും ഈ പല്ലിൽ കമ്പി ഊരിയിട്ട് കഴിക്കുമ്പോൾ എന്തൊരു റിലീഫാണെന്നറിയോ. എന്തോ ഒരു വലിയ ഭാരം വായിക്കാത്തതെന്ന് ഒഴിഞ്ഞു പോയതുപോലെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പ്ലീസ്. ഞാനപ്പോൾ ക്ലീൻ ചെയ്യുമായിരുന്നു ഗൈസ്. പാട്ട് കേട്ടോണ്ട്. സോ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഇതല്ലോ റൂമെല്ലാം ഭയങ്കര അലമ്പായി കിടക്കുക. സോ ഭയങ്കര തുമ്മൽ. ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. എല്ലാം കഴിഞ്ഞു. ഞാൻ എന്തേണ്ടേ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അതെ അതെ എൻ്റെ ഗൈസ്, ഇതാണ് എൻ്റെ ബ്രദർ. തിരുമോന്തി ഒന്ന് കാണിച്ച്. കുഞ്ഞ് സൈഡിൽ ഇരുന്ന് ട്രോളാൻ അറിയാലോ. ആ മോന്ത കാണിച്ചാൽ എന്താ എനിക്കൊന്ന്. പലപ്പോഴും ഇവനെ കിട്ടാറില്ല. സോ ഇപ്പം എന്താന്ന് ചോദിച്ചു, ഞാൻ ജേർണലിങ് ചെയ്യാറുണ്ട്. അപ്പം ജേർണൽ എഴുതാൻ ഇവിടെ വാതിക്കെ വന്നിരുന്നപ്പോൾ നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു, നല്ല കാറ്റൊക്കെ. ജേർണലിങ് ചെയ്യുമ്പോഴാണ് ഇത് കുത്തി വരച്ചാണ് ഗൈസ്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി. അപ്പോൾ ഗൈസ്, എൻ്റെ ജേർണലിങ് കഴിഞ്ഞു.
അപ്പോൾ ഗൈസ് ഞാൻ ബുക്ക് വായിക്കാൻ പോവാണ് ഗൈസ്. സൈക്കോളജി ഓഫ് മണി. ഇത് നല്ല ബുക്കാണ്. ഞാൻ കുറേ റീൽസിൽ ഒക്കെ കണ്ടു ഈ ബുക്ക് നല്ലതാണെന്ന്. സോ ഞാൻ വായിച്ചു, പകുതിയോളം വായിച്ചു. ഇത്രത്തോളം വായിച്ചു. ഇത്രയേ ഉള്ളൂ ഇനി വായിക്കാൻ. അപ്പം ഇന്ന് വായിച്ച് തീർക്കണമെന്നുണ്ട്. അതുപോലെ മഴ ഗൈസ്, ഭയങ്കര മഴ. ഓക്കെ, ഈ മഴയത്ത് വെളിയിൽ വാതിക്കെ വന്നിരുന്ന് ബുക്ക് വായിക്കാൻ സുഖമാണ്. ഗൈസ്, ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉണ്ട്. നല്ല ബുക്കാണ് ഗൈസ്. ഒരുപാട് കുറേ നല്ല പോയിന്റ്സ് കിട്ടി. ചിലതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഒന്നുകൂടെ വായിക്കണം. നമ്മൾ ഒരു വട്ടം വായിച്ചാലും നമുക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ഒന്നുകൂടെ വായിക്കാം. നല്ല മഴ, നല്ല ഇടി വീട്ടുന്നുണ്ട്. സോ ഈ എനിക്ക് ചെയ്യാറുള്ളത് ഇത് കണ്ടോ? ഇതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. നമ്മൾ ഈ വർഷം തുടങ്ങുമ്പം നമ്മൾ ഓരോ ദിവസത്തെ ഗുഡ് മെമ്മറീസ്, ഇപ്പോൾ നമുക്കൊരു ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും അത് ഷോർട്ടായിട്ട് എഴുതി ഇതിനകത്ത് ഇട്ട് വെക്കണം. എന്നിട്ട് പക്ഷേ നമ്മൾ ഉള്ള ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം ഇത് എഴുതിയിടുമ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമുക്ക് ഇത് തുറന്നു നോക്കുമ്പം ഇത്രയും നല്ല മൊമെൻറ്റ്സ് നമ്മൾ ഉണ്ടായിരുന്നു, നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞില്ല, നമുക്കൊരുപാട് ഗുഡ് മെമ്മറീസ് ഒരുപാടുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാനിപ്പം ഇത് പകുതി ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, പിന്നെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതുകൂടെ എഴുതണം. എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമല്ലേ, അപ്പം എനിക്കതെന്തോ ഒന്നും വരത്തില്ല, എൻ്റെ മൈൻഡിലോട്ടൊന്നും വരില്ല. എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. ഓൾസോ റൈറ്റ് നൗ എനിക്ക് വായ്പുണ്ടാണ് ഗൈസ്. ഞാൻ അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നാക്കിൻ്റെ അടിയിലാണ് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുക്കും. അതിൻ്റെ വാശിയാണ്. കാരണം ഇനി പോലെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യണം. നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും എനിക്ക് വീഡിയോ ഇടണം. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടും. ഇനിമോ ഒരു വീഡിയോ ഇടുകയും ചെയ്യും, ഷോർട്സും ഇടും. ഷോർട്സ് മാക്സിമം ഞാൻ ഡാൻസ് വീഡിയോസും ഡ്രസ്സിങ് വീഡിയോസുമാണ് ഇടുന്നത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും ഡിസിപ്ലിനായിട്ടും ഇടണം എനിക്ക്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.